الله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹാജിമാർ തങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ്. ഹജ്ജ് കർമ്മം നിർവഹിച്ച ഹാജിമാരോടും ബലിപെരുന്നാളിനോടനുബന്ധമായി വിശ്വാസികൾ നിർവഹിച്ച ബലികർമ്മവും അതുപോലെ തന്നെ വ്യത്യസ്ത ഇബാദത്തുകൾ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയ ആളുകളോടുമായി അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്ന ഒരു സന്ദേശം നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 200, 201, 202 ആയത്തുകളിലായി അള്ളാഹു അത്തരം ചില ഓർമ്മപ്പെടുത്തലുകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ഖുർആൻ പറഞ്ഞത് فإذا قضيتم مناسككم فاذكروا الله
ഫൈദ ഖളൈതും മനാസിക്കക്കും, നിങ്ങൾ ഹജ്ജു കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. കദിക്രിക്കും ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ ഓർക്കുന്നത് പോലെ. അല്ല ഔ അശദ്ദു ദിക്റ, അതിനേക്കാൾ ശക്തമായ നിലക്ക് നിങ്ങൾ അള്ളാഹുവിനെ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് ഫമിനന്നാസി മയ്യഖൂൽ, എന്നാൽ മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, അള്ളാഹുവേ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണം. ഞങ്ങളുടെ ജീവിതത്തിൽ, ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നീ നൽകുന്നതൊക്കെ നല്ലതാകണം. എന്നാൽ അവർക്ക് പരലോകത്തെക്കുറിച്ചൊരു ചിന്തയുമില്ല. ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, എന്നാൽ പരലോകത്ത് അത്തരം ആളുകൾക്ക് ഒരു ഓഹരിയും ഇല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് തുടർന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വമിൻഹും മയ്യഖൂൽ, എന്നാൽ മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അവരുടെ പ്രാർത്ഥന ഖുർആൻ എടുത്തു പറഞ്ഞത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ദുനിയാവിലും വരാനിരിക്കുന്ന പരലോകത്തും നീ നല്ലത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രദാനം ചെയ്യണം. അവിടം കൊണ്ട് വിശ്വാസികൾ അവരുടെ പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണം എന്ന് വിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അത്തരം ആളുകൾക്കാണ് ഉലൈക നസീബും മിമ്മാ കസബു, അവർ സമ്പാദിച്ചത്, അവർ പ്രാർത്ഥിച്ചത് നിമിത്തം അള്ളാഹു അവർക്ക് വമ്പിച്ച ഓഹരിയാണ് പരലോകത്ത് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥന ഈ ദുനിയാവിലും വരാനുള്ള പരലോകത്തും ഖൈറുകൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചത് നിമിത്തം വിശ്വാസികളുടെ പ്രാർത്ഥനയായി ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. പലപ്പോഴും ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞത് രണ്ട് ലോകത്തും രക്ഷയും സമാധാനവും സൗഭാഗ്യവും ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്നാൽ അള്ളാഹു പറഞ്ഞു വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ ധൃതിയിൽ വേഗത്തിൽ തന്നെ നിങ്ങളുടെ കണക്കുകൾ നോക്കുന്നവനാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഖുർആൻ നൽകുന്നത്. മനുഷ്യരിൽ പൊതുവെ രണ്ടു നിലപാടുള്ള ആളുകളാണ് എന്നതാണ് ഖുർആനിൻ്റെ ഈ ആയത്തുകളിൽ അള്ളാഹു മനുഷ്യരെ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, ദുനിയാവിൻ്റെ ഖൈറുകൾ മാത്രം അള്ളാഹുവിനോട് ചോദിക്കും. അവരുടെ പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന, ദുനിയാവിനെ മാത്രമാണ് അവരുടെ ചിന്ത. അവരുടെ മനസ്സിൽ ഒരുപക്ഷേ പരലോകത്തെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, വിചാരണയുടെ ലോകത്തെക്കുറിച്ച്, നന്മ തിന്മകളെ തൂക്കിക്കണക്കാക്കുന്ന മീസാനിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കാതെ ദുനിയാവിലെ നന്മകൾ, ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടൊന്നും താളം തെറ്റാതെ പോകുന്ന നല്ല കുട്ടികളും നല്ല സൗഭാഗ്യവും നല്ല ആഡംബരത്തിലും ജീവിക്കുന്നത് മാത്രം ആലോചിച്ച് പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യന്മാരെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. എന്നാൽ പരലോകത്ത് എത്തിപ്പെട്ടാൽ അവർക്കൊരു ഓഹരിയും ഒരു നന്മയും ഒരു നേട്ടവും പരലോകത്ത് ലഭിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകിയത്. രണ്ടാമത് ഓർമ്മപ്പെടുത്തിയത് ദുനിയാവും പരലോകവും രണ്ട് ലോകത്തിലും ഖൈറുകൾ ലഭിക്കണം. ദുനിയാവിൽ മാത്രമല്ല, വരാനുള്ള പരലോകം അതിതീവ്രമാണ്, ഭയങ്കരമാണ്. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെക്കുറിച്ചൊക്കെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അത്തരം പ്രാർത്ഥനയാണ് ഖുർആൻ പറഞ്ഞത് റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഖുർആൻ പരിശോധിക്കുമ്പോൾ, ഈ ആയത്തുകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ മറ്റൊരു വിഷയം കൂടി കാണാൻ കഴിയും. ദിക്റുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഫഇദാ ഖളൈതും മനാസികക്കും, ഹജ്ജ് നിർവഹിച്ച ഹാജിമാരോടായി അള്ളാഹുവിൻ്റെ സംസാരം നോക്കണം. നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ
ഫദ്കുറുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. എന്തിനാണ് ഖുർആൻ അത്തരത്തിൽ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്? സഹോദരങ്ങളെ, എല്ലാം തുറന്നു പറഞ്ഞ ഒരു ഹാജി പരിശുദ്ധമായ കഅബയിൽ എത്തിപ്പെട്ട് ആ കഅബയിൽ തവാഫ് ചെയ്യുന്നിടം മുതൽ തുടങ്ങുന്ന കർമ്മങ്ങളിൽ മുഴുവൻ അള്ളാഹുവിനെ ഓർക്കലാണ്. കഅബയിൽ തവാഫ് ചെയ്ത, അതല്ലെങ്കിൽ ജംറകളിൽ കല്ലെറിഞ്ഞ, അറഫയുടെ മുന്നിൽ സംഗമിച്ച, തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ സകല പാപങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ സമയവും അത് മുഴുവൻ ഇബാദത്താണ്. ആ സമയങ്ങളിൽ മനസ്സു തെറ്റാതെ ഒരിക്കൽ പോലും ഒരു ദുഷിച്ച ചിന്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരാതെ സകല സമയവും അള്ളാഹുവിനെ ഓർത്ത ഹാജിയോടാണ് അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഫഇദാ ഖളൈതും മനാസികക്കും, നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, എന്തിനാണ് ഈ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് കഅബയിൽ എത്തിപ്പെട്ട് റബ്ബിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ജീവിക്കുക എന്നത്, മരണം വരെ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. എന്തുകൊണ്ട് ഖുർആൻ അത്തരത്തിൽ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ, ബൽ യുരീദുൽ ഇൻസാൻ ലിയഫ്ജുറ അമാമ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ തേട്ടം ഫുജൂറിലേക്ക് മനസ്സുകൾ ചെന്നുചേരാൻ സാധ്യതയുണ്ട്. തിന്മകളിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരു മനസ്സാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനെ ഓർക്കണം, മരണം വരെ റബ്ബിനെ ഓർക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഇദ്കുറുല്ലാഹ്, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. കസീറൻ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ സദാ സമയവും റബ്ബിനെ ഓർത്തുകൊണ്ടല്ലാതെ നിങ്ങൾ ജീവിക്കരുത്. മനുഷ്യൻ്റെ മനസ്സ് ഒരിക്കലും റബ്ബിനെ ഓർക്കുന്നതിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. മറ്റൊരായത്തിൽ കാണാം, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ, ഭയത്തോടെ വിനയത്തോടെ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. വദൂനൽ ജഹ്രി മിനൽ ഖൗൽ, നിങ്ങൾ വാക്കുകൾ ഉച്ചത്തിലാക്കാതെ അള്ളാഹുവിനെടുക്കുന്ന ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് എന്നത് വളരെ ഉച്ചത്തിൽ മൈക്കിലൂടെ ഉരുവിടേണ്ടതല്ല. അൽഹംദുലില്ലാ എന്ന വാചകം, അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നത്, തഹ്മീദ് ചൊല്ലുന്നത്, തഹ്ലീൽ ചൊല്ലുന്നതൊക്കെ മനസ്സറിഞ്ഞിട്ടാകണം, വിനയത്തോടെ ഭയപ്പാടോടെ. അങ്ങനെ നിങ്ങളുടെ വാക്കുകളെ ഉച്ചത്തിലാക്കാതെ നിങ്ങൾ രാവിലെയും ഒരാളും കേൾക്കേണ്ടതില്ല. തൻ്റെ റബ്ബുമായി നടത്തുന്ന ഒരു സ്വകാര്യ ഇബാദത്താണ് സഹോദരങ്ങളെ. അത്തരത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരായി പോകരുത്. റബ്ബിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും ദിക്റെടുക്കുന്നവരാണ്. നമസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് എന്നത് 33 തവണ നമ്മളോട് ചെല്ലാൻ അവിടുന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലി നിങ്ങൾ 100 തികയ്ക്കണം എന്ന് റസൂലുള്ളയുടെ കൽപ്പന നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എത്ര മനസാന്നിധ്യത്തോടെയാണ്, അള്ളാഹുവിനെ വിനയപ്പെട്ടുകൊണ്ടാണ്, റബ്ബിനെ ഓർത്തുകൊണ്ടാണ് ഒരു സുബ്ഹാനല്ലാഹ് എന്നത് നമ്മൾ ഉരുവിടാറുള്ളത്. പലപ്പോഴും പലതും 2 ചെവിയുണ്ട് എങ്കിലും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നത് ഒന്ന് തന്നെയാകും. ഒരു പ്രസംഗം കേൾക്കുന്നതിൻ്റെ ഇടയിൽ പോലും ദിക്ർ ചെല്ലുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. എന്നാൽ അത് രണ്ടും നഷ്ടമായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധമായി കൊണ്ട് ഒരു ദിക്ർ പോലും നിങ്ങളുടെ നാവ് കൊണ്ട് ഉരുവിടരുത് എന്നത് ഖുർആനിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. സഹോദരങ്ങളെ, പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എളുപ്പപ്പണിയിലേക്കാണ് മനുഷ്യർ പോകാറുള്ളത്. ധൃതി കൂടിയ മനുഷ്യന്മാർ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു ദിക്റിലേക്ക് സുബ്ഹാനല്ലാഹ് എന്നത് വിരലുകൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എങ്ങനെ നിങ്ങൾ ദിക്റു ചെല്ലണം എന്നതുപോലും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുന്ന് പ്രവാചകൻ തൻ്റെ കൈവിരലുകൾ മടക്കി നിവർത്തി എന്നത്, സുബ്ഹാനല്ലാഹ് എന്നത് അങ്ങനെ റസൂലുള്ള മടക്കി പിടിച്ചു. അൽഹംദുലില്ലാ, അങ്ങനെ ഓരോ ദിക്റുകളും റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾ ഉയർത്തിക്കാട്ടി അവിടുന്ന് തസ്ബീഹ് ചൊല്ലേണ്ടുന്നത് എങ്ങനെ എന്നതുപോലും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ മാതൃകയാകണം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബ്ദുല്ലാഹിബ്നു ബശർ എന്ന സ്വഹാബി വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ വളരെ ദുർബലനാണ്. ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലനായ, ശാരീരികമായ ശേഷി കുറഞ്ഞ ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു ബശർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇസ്ലാമിൻ്റെ ഓരോ കൽപ്പനകളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രയാസമായി അള്ളാഹുവിൻ്റെ പ്രവാചകരെ തോന്നുകയാണ്. എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു കൊടുത്തത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവ് എപ്പോഴും നനവുള്ള സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാ എന്നും അല്ലാഹു അക്ബർ എന്നും ഉരുവിടുന്ന ഒരു നാവ് ബശർ താങ്കൾക്ക് ഉണ്ടാകട്ടെ. അങ്ങനെ നനവുള്ള ഒരു നാവിൻ്റെ സമ്പന്നമായ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ് അതുകൊണ്ട് ധന്യമാകട്ടെ. ഏതു സമയത്തും ദിക്റുകൾ ഉരുവിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ മാത്രമല്ല, ജീവിതത്തിൽ നിർവഹിക്കുന്ന ഏത് ഇബാദത്തുകളും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്. നമ്മൾ ദുൽഹജ്ജ് മാസത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ സമർപ്പിച്ച ബലികർമ്മം റബ്ബിനെ ഓർത്തുകൊണ്ടാണ്. അത് മനസ്സിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം എന്നതും ഖുർആൻ ഓർമ്മപ്പെടുത്തി. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങൾ ബലി മൃഗത്തെ അറുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രക്തമോ മാംസമോ റബ്ബിന് വേണ്ടതില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിന് ആവശ്യം. നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ അതൊരു പ്രയാസം സഹിച്ചുകൊണ്ടാണോ ആ ഒരു ഇബാദത്ത് കർമ്മം നമ്മൾ നിർവഹിച്ചതെങ്കിൽ റബ്ബിന് വേണ്ടതില്ല സഹോദരങ്ങളെ. ഏത് ഇബാദത്തും ചെറുതാകട്ടെ വലുതാകട്ടെ, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളാണെങ്കിൽ ഇബാദത്തുകളാണെങ്കിൽ മനസ്സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലത്തെ ആഗ്രഹിച്ച് മോഹിച്ച് നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, ദിക്റുകൾ ഉരുവിടാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നമസ്കരിക്കുന്നവരാണ്. എന്തിനാണ് നമസ്കാരം? ഖുർആൻ പറഞ്ഞത് വഅഖിമിസ്സലാത ലിദിക്രി. എന്തിന് നമസ്കാരം? എന്നെ ഓർക്കാനാണ്, റബ്ബിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ദിവസവും 5 നേരം അള്ളാഹു നമസ്കാരത്തെ നിർബന്ധമാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാലുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ 12 റക്അത്ത് ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് നമസ്കരിച്ചാൽ സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് റസൂലുള്ള ഓഫർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഇബാദത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നത് റബ്ബിനെ ഓർത്തുകൊണ്ടാണ്. ആ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് വരണം എന്നത് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഉദ്ഘോഷിക്കുന്ന ആ ഉദ്ഘോഷത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് നിർവഹിക്കേണ്ടുന്നത്? ഫഇദാ ഖുദിയത്തി സലാ ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളിലില്ലാഹ് വദ്കുറുല്ലാഹ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കാനല്ല അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. റബ്ബിൻ്റെ വിളി, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് വരണം. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിങ്ങൾ കഴിഞ്ഞുകൂടി പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ഉപജീവനത്തിനായി പള്ളി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങളുടെ ഇടപാടുകളുണ്ട്, നിങ്ങളുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന രീതികളുണ്ട്. വ്യത്യസ്ത മാർഗങ്ങളാണ്. കച്ചവടക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, വലിയ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ പല പല ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ ഇടപെടുന്ന സന്ദർഭത്തിൽ ഒരാളെയും ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെ സമ്പത്ത് കവർന്നെടുത്തുകൊണ്ട് റബ്ബിനെ മറന്ന് ഒരു കച്ചവടവും നിങ്ങൾ ചെയ്യരുതേ. അള്ളാഹുവിനെ ഓർക്കണം, നിങ്ങൾ യഥേഷ്ടം ജീവിക്കുക എന്ന ഒരു വഴിയല്ല സഹോദരങ്ങളെ വിശ്വാസികൾക്ക് മുമ്പിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഫദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ഈ സമയം ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. നമസ്കാരത്തിൽ റബ്ബിനെ ഓർക്കുന്നുണ്ട്. എന്നാൽ പള്ളിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, എന്താ ഖുർആൻ പറഞ്ഞത്? ഫഇദാ ഖുദിയത്തിസ് സ്വലാ ഫന്തശിറൂ ഫിൽ അർദ്. ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കണം, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങണം, നിങ്ങളുടെ ഉപജീവനം തേടണം. ആ സന്ദർഭത്തിൽ
നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോകരുത്. ഫദ്കുറുല്ലാഹ്, നിങ്ങൾ നിരന്തരം അള്ളാഹുവിനെ ഓർക്കണം എന്നത് ഖുർആൻ പറഞ്ഞു. നോക്കൂ, അറഫയെ സംബന്ധിച്ചിടത്തോളം അതും ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഫഇദാ അഫളതും മിൻ അറഫാതി ഫദ്കുറുല്ലാഹ്, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകി പുറപ്പെട്ടാൽ. അറഫ സംഗമം നമ്മൾ ദൃക്സാക്ഷികളാണ്, നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അറഫയിൽ സംഗമിച്ച 18 ലക്ഷം വരുന്ന ഹാജിമാർ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ അറഫ വിട്ട് അറഫയുടെ മണ്ണിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് രാപ്പാർക്കാൻ പോകുന്ന സന്ദർഭം നോക്കണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഒരു ഖബറിൻ്റെ പൊസിഷനിൽ എല്ലാവരും അടുക്കടുക്കുകളായി ചേർന്നു കിടക്കുന്ന ഒരു മഹ്ശറയുടെ ഒരു സംഗമ ഭൂമി പോലെ അനുഭവപ്പെടുന്ന ഒരു ഫീൽ സഹോദരങ്ങളെ അനുഭവിക്കാൻ ഹാജിമാർക്ക് കഴിയാണ്. അവിടെ വെച്ചും അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ അറഫയിൽ സംഗമിച്ചവരാണോ, അവിടെ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, റബ്ബിനെ ഓർക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. സഹോദരങ്ങളെ, റബ്ബിൽ മുഴുകി ഏതു സമയവും ഇബാദത്തിൽ കഴിയുന്ന ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ, അവൻ ഈ ദുനിയാവിൻ്റെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നിമിഷം പോലും അശ്രദ്ധനായി അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിതത്തിൽ ഹറാമുകളും ജീവിതത്തിൽ റബ്ബ് നിഷിദ്ധമാക്കിയതും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. ഒരാളെയും പറ്റിക്കുവാനോ ചതിക്കുവാനോ ഒരു മോശം വാക്കുകൾ ഉരുവിടാനോ പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ സജീവത, ഹൃദയത്തിൻ്റെ ഊർജം ഫദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കലാണ്. സദാസമയവും ഓർക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പലപ്പോഴും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ സ്വരത്തിൽ ഒരേപോലെ സംസാരിക്കുന്നത് ജീവിതത്തിൽ സമാധാനമില്ല എന്നതാണ്. എന്തോ ഒരു ടെൻഷനാണ്, എന്തോ ഒരു പ്രയാസമാണ്. ഇത്തരത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും പേറി നടക്കുന്ന മനുഷ്യന്മാർ. എന്തിനാണ് ഭാര്യ കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരു ഭാര്യ ലിതസ്കുനു ഇലൈഹ മവദ്ദതൻ വറഹ്മ, സ്നേഹവും കാരുണ്യാണ്. ഒരു ഭാര്യ കൂടെ ഉണ്ടാകുമ്പോൾ സമാധാനം ഉണ്ടാകേണ്ടുന്നത്. എന്നാൽ ആ ഭാര്യയെ കൊണ്ട് അസമാധാനം പറയുന്ന എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ. മക്കളെ കൊണ്ട് സമാധാനക്കേടുണ്ടാകുന്ന എത്ര കുടുംബനാഥന്മാരുണ്ട്. അങ്ങനെ തുടങ്ങുമ്പോൾ കുടുംബജീവിതത്തിൽ തൻ്റെ സഹോദരനൊത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ, തൻ്റെ കച്ചവട ഇടപാടുകാരനായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെ പലപ്പോഴും പല പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടായി മാനസികമായി സമ്മർദ്ദത്തിൽ അനുഭവിക്കുന്ന ആളുകൾ അവരറിയേണ്ടത് അല്ലദീന ആമനു, വിശ്വസിക്കുകയും വതത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാഹ്, നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കണോ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാകണം. റബ്ബിനെ കുറിച്ച് അള്ളാഹുവുമായി രഹസ്യമായി ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടോ, റബ്ബുമായി ഒന്ന് സംസാരിക്കാൻ ഒഴിഞ്ഞിരുന്ന് നമ്മളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബാധ്യതകളും എല്ലാം പരിഹരിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട്. ആ റബ്ബിനോട് തുറന്നു പറയാൻ ആർക്കാണോ കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനമുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. പലപ്പോഴും സമാധാനക്കേട് പലരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടാകുമ്പോഴാണ്. കടം കയറി ജീവിതത്തിൽ ഒരല്പ സുഖവും സന്തോഷവും ഉണ്ടാകാൻ പലപ്പോഴും കടം വാങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെ കടം വാങ്ങി അവസാനം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ മാനസികമായി സമ്മർദ്ദത്തിലായി പോകുന്ന എത്ര മനുഷ്യന്മാരെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പലർക്കും മുഖം പോലും കൊടുക്കാൻ കഴിയാതെ മാറി നടക്കുന്ന ഒരു സമ്പ്രദായം, ഒരു രീതി വിശ്വാസികൾക്കിടയിൽ പോലും കണ്ടുവരാറുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഒരല്പം സുഖം ഒന്ന് കുറയട്ടെ, ഞാൻ അതൊക്കെ ഒരുപക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി അതൊന്ന് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തവനായി, കടബാധ്യതയുള്ളവനായി ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ അറിയണം, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് റസൂലുള്ള മാറിയിട്ടുണ്ടെങ്കിൽ ആ കടത്തിൻ്റെ ഒക്കെ ഗൗരവം എത്ര വലുതായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്ക് നിസ്സാരാണ്. നമ്മൾ ഒരുപക്ഷേ മരണപ്പെട്ടു പോയാൽ നമ്മളുടെ ബാധ്യത പേറുന്നത് നമ്മളുടെ മക്കളാകും, നമ്മുടെ ഭാര്യയാകും. അതുകൊണ്ട് ജീവിതത്തിൽ കടമിടപാടുകൾ അത് മനുഷ്യനെ വല്ലാതെ പ്രയാസത്തിലാക്കും. ജീവിതത്തിൽ സമാധാനം അത് നഷ്ടപ്പെടും സഹോദരങ്ങളെ. നമ്മളറിയാതെ പലർക്കും കൊടുക്കാനുള്ള ബാധ്യതകൾ എമ്പാടുമുണ്ടാകും. അതൊക്കെ ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക.
ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ വലിയ സാമ്പത്തിക ബാധ്യത വന്ന് അതൊക്കെ എങ്ങനെ വീട്ടും എന്നതിനെക്കുറിച്ച് പോലും പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുണ്ടാകും. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ജീവിതത്തിൽ മലയോളം നിങ്ങൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ഉരുവിടേണ്ട ഒരു പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥന റസൂലുള്ള ഒരു സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്വഹാബി പിന്നീട് പറയാണ്, എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉരുവിട്ടപ്പോൾ എനിക്കെൻ്റെ ബാധ്യതകൾ മുഴുവൻ എൻ്റെ റബ്ബ് എനിക്ക് വീടാൻ എനിക്ക് അവസരം നൽകി എന്നത് ഒരു സ്വഹാബിയുടെ വാക്കാണ്. സഹോദരങ്ങളെ, അത്തരത്തിൽ ജീവിതത്തിൽ കടബാധ്യതകൾ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് പരിഹാരം? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ മാർഗത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രാർത്ഥന പറയുമ്പോൾ ഇത് സ്വഹാബിയുടെ വാക്കാണെങ്കിൽ ഇന്ന് ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു സ്ത്രീയുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞത് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ ആ സ്ത്രീ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് വരുത്തി വെച്ച വീടിൻ്റെ വലിയൊരു ബാധ്യത 18 ലക്ഷം രൂപ എങ്ങനെ വീട്ടണമെന്നറിയാതെ ഞാനും എൻ്റെ മകളും ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് എനിക്ക് ഈ പ്രാർത്ഥന പഠിക്കാൻ കഴിഞ്ഞത്. അന്നു മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ അറിഞ്ഞില്ല 5 കൊല്ലം കൊണ്ട് എൻ്റെ ബാധ്യത വീടാൻ എൻ്റെ റബ്ബ് എന്നെ സഹായിച്ചു എന്നത് ഇന്ന് ജീവനോടെയുള്ള ഒരു സഹോദരി, ഇന്ന് നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആനിൽ അധ്യാപികയായിട്ടുള്ള ഒരു സഹോദരിയുടെ വാക്കാണ്. ഞാൻ അറിഞ്ഞില്ല, എൻ്റെ റബ്ബ് എന്നെ സഹായിച്ചു എന്നതാണ്. അള്ളാഹു സഹായിക്കും സഹോദരങ്ങളെ. എത്ര ബാധ്യതകൾ വന്നാലും റബ്ബിൻ്റെ മുമ്പിൽ ഉരുവിടേണ്ട റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ ജീവിതത്തിൽ ഉരുവിട്ട് നിരന്തരം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവനൊരു പോംവഴി, ഒരു എക്സിറ്റ് റബ്ബ് ഒരുക്കി തരും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴും ദുനിയാവിലെ പല വേദനകളും ഓർത്ത് ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് ഒരൊറ്റ സമയം നമുക്ക് കരയാൻ സഹോദരങ്ങളെ കഴിഞ്ഞിട്ടുണ്ടോ? അർശിൻ്റെ തണൽ ലഭിക്കുന്ന അവിടൊക്കെ സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. പരലോകത്ത് കോടിക്കോടി മനുഷ്യന്മാർ സംഗമിക്കുന്ന പരലോകത്ത് അള്ളാഹുവിൻ്റെ തണലല്ലാത്ത ഒരു തണലും ലഭിക്കാനില്ലാത്ത ഒരിടം, വിചാരണയുടെ ലോകം. അവിടെ അള്ളാഹു ചില മനുഷ്യന്മാർക്ക് തണൽ കൊടുക്കും. അവരെക്കുറിച്ച് റസൂലുള്ള 7 കൂട്ടരെ എണ്ണിയപ്പോൾ അതിലെ ഒരാളെ എണ്ണിയത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനഹു. ഒരു മനുഷ്യനാണ്, അയാൾ ദക്കറല്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ഫഫാലത്ത് ഐനഹു, ഒറ്റയ്ക്കിരുന്ന് റബ്ബിനെ ഓർത്ത് കരഞ്ഞവനാരാണോ അവന് പരലോകത്ത് അള്ളാഹുവിൻ്റെ തണലുണ്ട് എന്നതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇത്ര കൊല്ലായി ഏതെങ്കിലും ഒരു നിമിഷം റബ്ബിനെ ഓർത്തൊന്ന് കരയാൻ, ജീവിതത്തിലെ രോഗങ്ങളും സങ്കടങ്ങളും മക്കളുടെ വിഷയങ്ങളും അതല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളും ഒക്കെ പേറി മനുഷ്യന്മാർ സങ്കടപ്പെട്ട് കരയാറുണ്ട്. എന്നാൽ ഒരു നിമിഷം സൃഷ്ടിച്ച നാഥനെക്കുറിച്ച് ഓർത്ത് ഒന്ന് കരയാൻ, ഒന്ന് കണ്ണുനീര് വരാൻ, അങ്ങനെയൊക്കെ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നാളെ അർശിൻ്റെ തണൽ അവനൊരുക്കും എന്നത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിനെ നിരന്തരം ഓർക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ലികുല്ലി ഷൈഇൻ ജലാഉൻ, എല്ലാ വസ്തുക്കളിലും ഒരു പ്രകാശമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. വ ഇന്ന ജലാഅൽ ഖുലൂബ്, എന്നാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രകാശം, അതിൻ്റെ നൂർ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കലാണ്. ഏതു നിമിഷവും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദുരന്ത വാർത്തകളാണ് സഹോദരങ്ങളെ അനുനിമിഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കപ്പൽ ദുരന്തങ്ങളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് വിമാന ദുരന്തങ്ങളാണ്.
നിരന്തരം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് പരിഹാരം? അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. മരണവാർത്ത കേൾക്കുന്ന വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ ഒരു മുസീബത്ത്, ഒരു പ്രയാസം, ഒരു സങ്കടം വന്നാൽ നിങ്ങൾ പറയണം ഇന്നാ ലില്ലാ, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളുടെ മടക്കം അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. ഏത് നിമിഷവും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ കാതോർത്തുകൊണ്ട് ഓരോ കാൽ ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ടല്ലാതെ സഹോദരങ്ങളെ ജീവിക്കാൻ പാടില്ല. ഒരു മടക്കമുണ്ട്, ഒരു തിരിച്ചുപോക്കുണ്ട്. റബ്ബിൻ്റെ അടുക്കലേക്ക് ഏതു നിമിഷം വിളിക്കപ്പെട്ടാലും മുസ്ലിമായി റബ്ബിനെ കണ്ടുമുട്ടാൻ പാതഹ്യങ്ങൾ നിറച്ചുകൊണ്ട് അള്ളാഹുലേക്ക് യാത്രയാകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിലെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവെ നീ പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഇന്നും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ റിസൾട്ടുമായി ഇന്ന് ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ ആ റിസൾട്ട് അവർക്ക് അനുകൂലമാക്കണേ. അള്ളാഹുവെ രോഗമാണെങ്കിൽ അതുമൂലം അവരുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ആ സ്ത്രീയെ അള്ളാഹുവെ നീ എത്തിക്കണേ റഹ്മാനെ. ആജിലായ ഷിഫ അള്ളാഹുവെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും അള്ളാഹുവെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.